സ്നേഹിതരെ, ഏറെ സവിശേഷത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. സവിശേഷതയുടെ കാരണം ഇന്നലെ സംഭവിച്ചതാണ്. നമ്മൾ നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ ദേശാഭിമാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിജിയെ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പ്രസക്തമായ ഒരു ജീവിതം സന്ദേശമാക്കി നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തിയും ഇല്ല എന്ന് തന്നെ പറയുന്നത്. ലോകം അത് അംഗീകരിക്കുമ്പോഴും നമ്മുടെ നാടിലെ ജനതയ്ക്ക് പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അത്രയേറെ പ്രസക്തമായിട്ടുള്ള പ്രവൃത്തികൾ, ചിന്തകൾ, ആദർശങ്ങളൊക്കെ തന്നെ കൈമുതലാക്കിയ ഗാന്ധിജിയുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ സന്ദേശമാണ്. അദ്ദേഹം രചിച്ച ആത്മകഥ, ജീവചരിത്രകഥ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ 100ാം വാർഷികം കൂടിയാണ് ഇപ്പോൾ നാം ആഘോഷിക്കുന്നത്. ആ പുസ്തകത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ എന്ന് തെളിയിക്കുന്നതാണ് സമീപകാല സംഭവങ്ങളൊക്കെ തന്നെ. അതിനെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ചയും സംവാദങ്ങളും പ്രഭാഷണങ്ങളൊക്കെ ധാരാളമായി നടക്കേണ്ട സമയമാണ്. അത് നടക്കട്ടെ. അതിലൊരു ഭാഗത്ത് സാഹിതിയും അത്ര ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഗാന്ധിയൻ ആദർശങ്ങൾക്കുള്ള പ്രസക്തിയാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം തന്നെ. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആധികാരികമായിട്ട് നമ്മോട് സംവദിക്കാനും പ്രാപ്തരായിട്ടുള്ള പ്രഭാഷകരാണ് ഇന്ന് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളവർ. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ധാരാളം പേരുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട ഒന്നാണ്. അവിടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ഞാൻ അധികം സംസാരിക്കുക എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫാണ്. മാഷിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുക. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അടുത്ത കാലത്തായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് അത് പ്രശസ്തമായൊരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയത് C.D. ഡേവിസ് ചേട്ടനാണ്. നമ്മളെ സംബന്ധിച്ചുള്ള സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ഡേവിസ് ചേട്ടൻ നമ്മുടെ ഉപദേശത്തിൻ്റെ അംഗവും കൂടിയാണെന്ന് മാത്രമല്ല, സാഹിത്യയുടെ തുടക്കം തൊട്ട് നമ്മുടെ സഹയാത്രികനാണ്. നമുക്കൊപ്പം ഉപദേശങ്ങളുമായിട്ടും പ്രവർത്തനങ്ങൾക്കൊപ്പം ഒക്കെ എക്കാലവും നിന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് പറയുവാൻ അത്രയേറെ യോഗ്യതയുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡേവിസ് ചേട്ടൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന E.D. ഡേവിസിന് ഈ പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. സാഹിത്യയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ചിന്താഗതികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, പുസ്തകങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ അറ്റിക്കുറിക്കിയ ഒരു പുസ്തകം ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ മാഷ് രചിക്കുകയുണ്ടായി, ഗാന്ധിയൻ സൗന്ദര്യ വിചാരം. ആ പുസ്തകത്തെക്കുറിച്ച് മുൻനിർത്തിയാണ് സരസ്വതി ടീച്ചർ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ടീച്ചർക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. C.M. ശ്രീകുമാർ ഏട്ടൻ സാഹിതിയുടെ സഹയാത്രികൻ തന്നെയാണ്. തുടക്കം തൊട്ട് നമുക്കൊപ്പമുള്ള ആളാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. കുറച്ചുകൂടി നന്നായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. C.M. ശ്രീകുമാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. ശ്രീ P. വിനോദ് മികച്ച പ്രഭാഷകനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഇന്നത്തെ ഗാന്ധി പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രഭാഷണം കൂടിയുണ്ട്. ശ്രീ P. വിനോദിനെ സ്വാഗതം ചെയ്യും. പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന 2-3 പേര് കൂടെ ഉണ്ട്. അവരൊക്കെ തന്നെ ഗാന്ധി പ്രവർത്തനങ്ങളുമായിട്ട് സമൂഹത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്നവരാണ്. അതിലൊന്ന് ശ്രീ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിലൂടെ എത്തിച്ചേരുകയാണ്. അഭാവത്തിലും ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ശ്രീ കരീം പന്നിത്തടമാണ്. സാമൂഹ്യ പ്രവർത്തനം കൂടിയായിട്ടുള്ള ശ്രീ കരീം പന്നിത്തടം. അതുപോലെ ശ്രീ ജോമി PL, ഒപ്പം ഡോക്ടർ S.K. വസന്തമാഷ്, K. രഘുനാഥൻ സാർ, ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് അപർണ ബാലകൃഷ്ണനാണ്. അപർണയ്ക്ക് സ്വാഗതം. ഈ പരിപാടി ആസ്വദിക്കാനും കേൾക്കുവാനും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ തൃശ്ശൂർ ലിറ്റററി ഫോറം അംഗങ്ങൾക്കും എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്ദി, നമസ്കാരം.